നബിദിനം ഒമാനിൽ ആഗസ്റ്റ് 27 പൊതു അവധി. അനുമതിയില്ലാതെ ഭക്ഷണ പരസ്യങ്ങൾ കമ്പനികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും നോട്ടീസ് അയച്ച ഒമാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. ഹൈമക്ക് സമീപം വാഹനാപകടം, ഒമാനി പൗരൻ മരിച്ചു, 4 പേർക്ക് പരിക്ക്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ നബിദിനം പ്രമാണിച്ച് ആഗസ്റ്റ് 27 പൊതു അവധി പ്രഖ്യാപിച്ചു. നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അവധി പ്രഖ്യാപിച്ചത്. പൊതു അവധി വ്യാഴാഴ്ചയായതിനാൽ തുടർന്ന് വരുന്ന വെള്ളിയും ശനിയും ചേർത്ത് തുടർച്ചയായ 3 ദിവസത്തെ വാരാന്ത്യ അവധി ലഭിക്കും. ഭരണനിർവഹണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ സ്വകാര്യ മേഖലകളിലെ മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിനുമായി ഓരോ കലണ്ടർ വർഷത്തിന്റെയും തുടക്കത്തിൽ തന്നെ ദേശീയ മതപരമായ പൊതു അവധികൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന നയം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നേരത്തെ അംഗീകരിച്ചിരുന്നു. ഈ പുതിയ നയം വഴി പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ പ്രവൃത്തി ദിനങ്ങളും ഷെഡ്യൂളുകളും മികച്ച രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ച പ്രമുഖ കമ്പനികൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും സമൻസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ. ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള ഭക്ഷണ സാധനങ്ങളുടെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ കണ്ടെത്തിയ ഗുരുതരമായ നിയമലംഘനങ്ങളെ തുടർന്നാണ് അതോറിറ്റിയുടെ ഈ അടിയന്തര നടപടി. ഭക്ഷണോൽപ്പന്നങ്ങളുടെ പ്രചാരണ സാമഗ്രികളും പരസ്യങ്ങളും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കർശനമായി നടപ്പാക്കാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്താനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഫുഡ് സേഫ്റ്റി സെന്ററിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുക, പരസ്യങ്ങളിൽ ശാസ്ത്രീയ അടിത്തറയില്ലാത്തതോ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ആരോഗ്യ പോഷകാവകാശവാദങ്ങൾ ഉന്നയിക്കുക, നിയമപ്രകാരം പരസ്യം ചെയ്യാൻ പാടില്ലാത്ത ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഹൈമക്ക് സമീപം അൽ ഗഫ്തൈനിലുണ്ടായ വാഹനാപകടത്തിൽ ഒമാനി പൗരൻ മരിച്ചു. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിൽ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബിദ്ബിത് സ്വദേശിയായ പൗരനാണ് മരിച്ചത്. ഹൈമ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ROP ഏവിയേഷൻ വിഭാഗം വ്യോമമാർഗം ബിദ്ബിതിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി. പരിക്കേറ്റവരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സംഘം പ്രാഥമിക ശുശ്രൂഷ നൽകി വിദഗ്ധ ചികിത്സക്കായി നിസ്വ ആശുപത്രിയിലേക്കും ഗൗല ആശുപത്രിയിലേക്കും മാറ്റി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.